കീമിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നോക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് തന്നെ കാണുക. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ കയറിയിട്ട് സ്പോട്ടിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഓരോ കോളേജസും ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, സ്പോട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയും പലരുടെയും അതായത് പല കോളേജസിൻ്റെയും ഡേറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും, ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ അറിയണമെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഏത് കോളേജാണോ നോക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പോയിട്ട് നോക്കുക. അപ്പം എല്ലാ കോളേജസിനെ പറ്റി എനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. സോ നിങ്ങൾ തന്നെ അഫോർഡ് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുമ്പോൾ GC തൃശ്ശൂരിനെ പറ്റിയിട്ടാണ്. കുറേ അധികം വിദ്യാർത്ഥികൾ നോക്കുന്ന ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കോളേജാണ് GC തൃശ്ശൂർ എന്ന് പറയുന്നത്. കീമിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ടോപ്പ് 3 പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരളയാണ് GC തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് 11 തീയതിയാണ് സ്പോട്ട് വരുന്നത്. അപ്പോൾ നിലവിൽ അവർ അവരുടെ വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണിക്കാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആവും. നിങ്ങൾ ഫിസിക്കലി അവിടെ ചെല്ലേണ്ടതുണ്ട്. ഓൺലൈൻ അല്ല രജിസ്ട്രേഷൻ, ഫിസിക്കലി അവിടെ ചെല്ലണം. ചെന്ന് നിങ്ങളുടെ റാങ്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്യണം. പിന്നെ സ്പോട്ട് നടക്കുന്ന അവിടെ അന്ന് ഫിസിക്കലി പ്രസൻസ് ഉള്ള വിദ്യാർത്ഥികളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫോർ എക്സാമ്പിൾ ഒരു 3000 ആണ്. നിങ്ങൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്, നിങ്ങൾ അന്ന് അവിടെ വരുന്നു. നിങ്ങൾക്ക് അവിടെ വന്നവരിൽ രണ്ടാമത്തെ റാങ്കാണ്, അവിടെ 3 സീറ്റ്സ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് റിസർവേഷനൊക്കെ ഒരുപാട് റോളുകൾ വഹിക്കാറുണ്ട് സ്പോട്ടിലൊക്കെ. ഇപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചസിനാണ് സ്പോട്ട് ഉള്ളതെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ BTech സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, BTech കെമിക്കൽ എഞ്ചിനീയറിംഗ്, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിൽ വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വരുന്നുണ്ട്, പിന്നെ ECക്ക് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സ്പോട്ടിൽ വേക്കൻസി ഉണ്ട്. ഇത്രണ്ടെന്ന് പറയുന്നില്ല, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ സൈഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വേക്കൻസി സീറ്റ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 11, 2026 ഗ്ലോറിയ ഗോപികകുമാർ ഹാളിൽ വെച്ചിട്ടായിരിക്കും. അത് അവരുടെ ലൊക്കേഷൻ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈറ്റിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അവിടെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ തൃശ്ശൂർ പോകേണ്ടതുണ്ട്. അപ്പം പ്ലാൻ ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ കൃത്യമായിട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്, ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കോളേജിനെ വിളിച്ചിട്ട് വെരിഫൈ ചെയ്യുക. പിന്നെ നിങ്ങൾ നേരത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, എയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് നോൺ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC ആയിട്ട് ചെല്ലാവണമെന്ന് പറയുന്നുണ്ട്. NOC മസ്റ്റാണ് അവിടെ. അപ്പോൾ ഗവൺമെൻറ് കോളേജിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ TC മറ്റേ കാര്യങ്ങളൊക്കെ മതിയാവും. പക്ഷേ ഇവിടെ NOC കൂടി വേണ്ടതുണ്ട്. NOC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. GC തൃശ്ശൂർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റിലൊക്കെ ആണ് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് കിട്ടാത്തൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവരെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. GC തൃശ്ശൂരിൻ്റെ മെയിൽ ID ത്രൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉണ്ടായിരിക്കും, കണക്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് കാണും. ഈ NOC കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. NOC കിട്ടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡോക്യുമെൻറ്റ്സും തരാനുള്ള ചാൻസ് ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യാം. ഓക്കെ.